ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ദ്വിതീയ സ്കന്ധം അഥ നവമോധ്യായം. 18 ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങളാണ് എടുക്കേണ്ടത്. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ദ്വിതീയ സ്കന്ധേ അഥ നവമോധ്യായഃ. ശ്രീശുകോവാച. ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മനഃ ന ഘടേദാർത്ഥസംബന്ധഃ സ്വപ്നദൃഷ്ടിരിവാഞ്ജസാ ബഹുരൂപൈവാ ഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേഷ്വസ്യ മമാഹമിതി മന്യതേ യർഹി വാവമഹിം നിസ്വേ പരസ്മിൻ കാലമായയോഃ രമേദഗതസമ്മോഹസ്ത്യക്തോദാസ്തേ തദോഭയം ആത്മതത്വവിശുദ്ധ്യർത്ഥം യദാഹ ഭഗവാൻ ഋതം ബ്രഹ്മണേ ദർശയൻ രൂപമവ്യളീകവ്രതാധൃതഃ സാദിദേവോ ജഗതാം പരോ ഗുരു സുധിഷ്ഠിമാസ്ഥായ സുധൃക്ഷയൈക്ഷതാ ത്വാം നാധ്യഗച്ഛദൃശമത്ര സമ്മതാം പ്രപഞ്ചനിർമ്മാണവിധിർയയാ ഭവേത് സചിന്തയൻ വ്യക്ഷരമേകദാംഭസ്യുപാശൃണോദ്വിർഗദിതം വചോ വിഭൂസ്പർശേഷു യത് ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപയദ്ധനം വിദുഃ നിശമ്യ തദ്വക്ത്രദിദൃക്ഷയാ ദിശോ വിലോക്യ തത്രാന്യദപശ്യമാനഃ സ്വധിഷ്ണ്യമാസ്ഥായ വിമൃശ്യ തദ്ധിതം തപസ്യുപാദിഷ്ടൈവാദധേ മനഃ ദിവ്യം സഹസ്രാബ്ദമമോഘ ദർശനോജിതാനിനാത്മാ വിജിതോ ഭയേന്ദ്രിയഃ അതപ്യതസ്മാഖിലലോകതാപനം തപസ്തപീയാം സ്തപതാം സമാഹിതഃ തസ്മൈ സ്വലോകം ഭഗവാൻ സഭാജിതഃ സന്ദർശയാമാസ പരം നയത്പരം വ്യപേതസംക്ലേശവിമോഹസാധ്വസം സ്വദൃഷ്ടവദ്ഭിർവിബുധൈരഭീഷ്ടതം പ്രവർത്തതേ യത്ര രജസ്തമസ്തയോः സത്വം ച മിശ്രം ന ച കാലവിക്രമഃ ന യത്ര മായാ കിമുതാപരേ ഹരേരനുവ്രതാ യത്ര സുരാസുരാർച്ചിതാഃ ശ്യാമാവദാതാശ്ചതപത്രലോചനാഃ പിശങ്കവസ്ത്രാസ്സുരുജസ്സുപേശസഃ സർവേ ചതുർബാഹവ ഉന്മിഷന്മണിപ്രവേഗനിഷ്കാഭരണാ സുവർച്ചസഃ പ്രവാളവൈഡൂര്യമൃണാളവർച്ചസഃ പരിസ്ഫുരത്കുണ്ടലമൗലിമാലിനഃ ഭ്രാജിഷ്ണുഭിര്യഃ പരിതോ വിരാജത്തെ ലസദ്വിമാനാവലിഭിർമഹാത്മനാം വിദ്യോതമാനപ്രമദോത്തമാദ്യുഭിः स विद्युदभ्रावलिभिर्यथा नभः श्रीर्यत्र रूपिण्युरुगाय पादयोः करोति मानं बहुधा विभूतिभिः प्रेङ्खं श्रिताया कुसुमाकरानुगे विगीयमाना प्रियकर्मगायति ददर्श तत्राखिल सात्वदां पदिं श्रियपदिं यज्ञपदिं जगल्पदिं सुनन्दनन्दप्रबलार्हणादिभिः स्वपार्षदमुख्यैः परिसेवितं विभुं भृत्यप्रसादाभिमुखं दृगासवं प्रसन्नहासारुणलोचनाननं किरीडिनं कुण्डलिनं चतुर्भुजं पीताम्बरं वक्षसि लक्षितं श्रिया अध्यर्हणीयासनमास्थितं परं वृतं चतुष्षोडश पञ्चशक्तिभिः युक्तं भगैः स्वैरितरत्र चाध्रुवैः एवधामन् रममाणमीश्वरं तद्दर्शनाह्लादपरिप्लुतान्तरो हृष्यत्तनूः प्रेमभराश्रुलोचन ननामपादाम्बुजमस्य विश्वसृग्यत् पारमहंस्येन पदाधि गम्यते तं प्रीयमाणं समुपस्थितं तदा प्रजाविसर्गे निजशासनार्हणं बभाषईशस्मितशोचिषा गिरा प्रियप्रियं प्रीतमनाः करे स्पृशन्. അടുത്തത് 19ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച. ത്വയാഹം തോഷിതഃ സമ്യഗ് വേദഗർഭസിസൃക്ഷയാ ചിരം ഭൃതേന തപസാ ദുസ്തോഷകൂടയോഗിനാം. ത്വയാഹം തോഷിതഃ സമ്യഗ് വേദഗർഭസിസൃക്ഷയാ ചിരം ഭൃതേന തപസാ ദുസ്തോഷകൂടയോഗിനാം. ഈ ശ്ലോകത്തിലത്തെ അർത്ഥം ദുസ്തോഷകൂടയോഗിനാം, കപടയോഗികളിൽ ഞാൻ സന്തുഷ്ടനല്ല. നേരെ മറിച്ച് ത്വയാഹം തോഷിതഃ, അങ്ങാൽ ഞാൻ സന്തുഷ്ടനാക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ? അല്ലയോ വേദജ്ഞനായിരിക്കുന്ന സമ്യക് വേദഗർഭ ബ്രഹ്മദേവ, ലോകസൃഷ്ടിക്കായിട്ട് വേണ്ടി ചിരംഭൃതേന തപസ, അതിഘോരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചത്, അതിൽ ഞാൻ വളരെ പ്രസന്നനായിരിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. പലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഹേ വേദഗർഭ, അല്ലയോ വേദങ്ങൾ ധരിച്ചവനെ, ശുശ്രൂഷയാ സൃഷ്ടി ചെയ്യുവാനുദ്ദേശിച്ച് ഇച്ഛിച്ച്, ചിരം ദീർഘകാലം, ഭൃതേന ചെയ്ത തപസ്സുകൊണ്ട്, അഹം ഞാൻ, ത്വയാ അങ്ങയാൽ, സമ്യക് നന്നായി, തോഷിതഃ സന്തോഷിക്കപ്പെട്ടിരിക്കുന്നു, കൂടയോഗിനാം കപടയോഗികൾക്ക്, ദുസ്തോഷഃ സന്തോഷിപ്പാൻ ഞാൻ അസാധ്യനാണ്. എന്നുകൂടി പറയാം.
ഹേ വേദഗർഭ, അല്ലയോ വേദങ്ങൾ ധരിച്ചവനെ, ശുശ്രൂഷയാ സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ച് ചിരം ദീർഘകാലം ഭൃതേന ചെയ്ത തപസ്സുകൊണ്ട് അഹം ഞാൻ ത്വയാ അങ്ങയാൽ സമ്യക് നന്നായി തോഷിത സന്തോഷിക്കപ്പെട്ടിരിക്കുന്നു. കൂടയോഗിനാം കപടയോഗികൾക്ക് ദുസ്തോഷ തോഷിപ്പിക്കുവാൻ നാം അസാധ്യനാണ്. അതിലത്തെ അന്വയം ഹേ വേദഗർഭ ശുശ്രൂഷയാ ചിരം ഭൃതേന തപസാ അഹം ത്വയാ സമ്യക് തോഷിത കൂടയോഗിനാം ദുസ്തോഷ. കൂടി പറയാം. ഹേ വേദഗർഭ ശുശ്രൂഷയാ ചിരം ഭൃതേന തപസാ അഹം ത്വയാ സമ്യക് തോഷിത കൂടയോഗിനാം ദുസ്തോഷ. അല്ലയോ വേദങ്ങൾ ധരിച്ചവനെ, സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചിട്ട് ദീർഘകാലം ചെയ്ത ആ തപസ്സുകൊണ്ട് ഞാൻ അങ്ങയാൽ നന്നായി സന്തോഷിക്കപ്പെട്ടിരിക്കുന്നു. കപടയോഗികൾക്ക് തോഷിപ്പിക്കുവാൻ ഞാൻ അസാധ്യനാണ്. എന്നുകൂടി പറയാം. അല്ലയോ വേദങ്ങൾ ധരിച്ചവനെ, സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ച് ദീർഘകാലം ചെയ്ത ആ തപസ്സുകൊണ്ട് ഞാൻ അങ്ങയാൽ നന്നായി സന്തോഷിക്കപ്പെട്ടിരിക്കുന്നു. കപടയോഗികൾക്ക് തോഷിപ്പിക്കുവാൻ ഞാൻ അസാധ്യനാണ്. ഹേ വേദഗർഭ, കുയോഗികൾക്ക് സന്തോഷിപ്പിക്കുവാൻ അശക്യനായിരിക്കുന്ന ഞാൻ സൃഷ്ടിയിലുള്ള ആഗ്രഹത്താൽ ഏറെക്കാലമായിട്ട് അങ്ങ് സംഭരിച്ച അങ്ങയുടെ ആ തപസ്സിനാൽ സന്തുഷ്ടനായിരിക്കുന്നു. വേദങ്ങൾ ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ സൃഷ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ബഹുകാലം ചെയ്ത തപസ്സുകൊണ്ട് ഞാൻ ഏറ്റവും സന്തോഷിച്ചു. കപടയോഗികൾക്ക് എന്നെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൻ്റെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ ബ്രഹ്മൻ, കുയോഗിനാം ദുസ്തോഷോഹം ത്വയാ തപസാ തോഷിതഃ. കുയോഗികൾക്ക് ദുസ്തോഷോഹം, ഞാൻ അവരിൽ പ്രീതിപ്പെടില്ല. ത്വയാ അങ്ങയിൽ, അങ്ങയുടെ തപസാൽ, ത്വയാ തപസാ തോഷിതഃ, അങ്ങയുടെ തപസ്സാൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനുവാച ഹേ ബ്രഹ്മൻ കുയോഗിനാം ദുസ്തോഷോഹം ത്വയാ തപസാ തോഷിതഃ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. വരം വരയ ഭദ്രം തേ വരേശം മാഭിവാഞ്ഛിതം ബ്രഹ്മൻ ശ്രേയപരിശ്രാമഃ പുംസോ മദ്ദർശനാവധി. വരം വരയ ഭദ്രം തേ വരേശം മാഭിവാഞ്ഛിതം ബ്രഹ്മൻ ശ്രേയപരിശ്രാമഃ പുംസോ മദ്ദർശനാവധി. അല്ലയോ ബ്രഹ്മാവേ, വരം വരയ ഭദ്രം തേ, അങ്ങക്ക് ഭദ്രം വരട്ടെ, അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങ് വേണ്ട വരം ആവശ്യപ്പെട്ടാലും അഭിവാഞ്ചിതം, അങ്ങക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചാലും. ശ്രേയപരിശ്രാമഃ പുംസോ, ശ്രേയസ്സിനായിട്ട് പരിശ്രമിക്കുന്ന പുരുഷന്മാർക്ക് മദ്ദർശനാവധി, എൻ്റെ ആ ദർശനം പോലും ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങക്ക് അങ്ങയുടെ ഈ തപസ് കൊണ്ട് ഞാൻ സന്തുഷ്ടനായിട്ട് ഉള്ള എന്നോട് അങ്ങക്ക് അഭിവാഞ്ചിതം, അങ്ങ് ഇഷ്ടപ്പെട്ട വരത്തെ ചോദിക്കാം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മാവേ, തേ ഭദ്രം, അങ്ങക്ക് നന്മ വരട്ടെ. വരേശം, വരം നൽകുന്നവരുടെ ഈശ്വരനായ മാം എന്നോട്. അഭിവാഞ്ചിതം, ഇഷ്ടമുള്ള വരം, വരത്തെ വരയ ആവശ്യപ്പെട്ടാലും. പുംസഹ, ഏതൊരാൾക്കും. ശ്രേയഃ പരിശ്രാമഃ മദ്ദർശനാവധി, ശ്രേയസ്സിനുള്ള പ്രയത്നത്തിൻ്റെ പര്യവസാനമാണ് നമ്മെ ദർശിക്കൽ എന്നത്. ഒന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മാവേ, തേ ഭദ്രം, അങ്ങയ്ക്ക് നന്മ വരും. വരേശം, വരം നൽകുന്നവരുടെ ഈശ്വരനായിരിക്കുന്ന മാം എന്നോട്. അഭിവാഞ്ചിതം, ഇഷ്ടമുള്ള വരം, വരത്തെ വരയ ആവശ്യപ്പെട്ടാലും. പുംസഹ, ഏതൊരാൾക്കും. ശ്രേയഃ പരിശ്രാമഃ മദ്ദർശനാവധി, ശ്രേയസ്സിനുള്ള പ്രയത്നത്തിൻ്റെ പര്യവസാനമാണ് നമ്മെ ദർശിക്കൽ എന്നത്. അത് തന്വയം. ഹേ ബ്രഹ്മൻ തേ ഭദ്രം വരേശം മാം അഭിവാഞ്ചിതം വരം വരയ. പുംസഃ ശ്രേയഃ പരിശ്രാമഃ
മദ്ദർശനാവധി. എന്നോട് പറയാം, ഹേ ബ്രഹ്മൻ തേ ഭദ്രം വരേശം മാം അഭിവാഞ്ചിതം വരം വരയ പുംസഹ ശ്രേയ പരിശ്രാമ മദ്ദർശനാവധി. അതായത്, അല്ലയോ ബ്രഹ്മാവേ, അങ്ങയ്ക്ക് നന്മ വരും. വരം നൽകുന്നവരുടെ ഈശ്വരനായിരിക്കുന്ന എന്നോട് അഭിവാഞ്ചിതം ഇഷ്ടമുള്ള വരത്തെ ആവശ്യപ്പെട്ടാലും ഏതൊരാൾക്കും ശ്രേയസ്സിനുള്ള പ്രയത്നത്തിൻ്റെ പര്യവസാനമായിട്ട് നമ്മെ ദർശിക്കൽ എന്നത് ഞാൻ നൽകുന്നു. എന്നുകൂടി പറയാം, ഹേ ബ്രഹ്മൻ, അങ്ങയ്ക്ക് മംഗളം വരട്ടെ, അല്ലെങ്കിൽ അങ്ങയ്ക്ക് നന്മ വരും. വരം നൽകുന്നവരുടെ ഈശ്വരനായിരിക്കുന്ന എന്നോട് അങ്ങയ്ക്ക് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടാലും ഏതൊരാൾക്കും ആ ശ്രേയസ്സിൻ്റേതായിരിക്കുന്ന പ്രയത്നം ചെയ്യുമ്പോൾ അവസാനമായിട്ട് എൻ്റെ ദർശനം ഞാൻ നൽകുന്നു. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. വരം കൊടുക്കുന്നതിൽ അതിശ്രേഷ്ഠനായ എന്നോട് ഇഷ്ടമുള്ള വരം ചോദിക്കുക. മനുഷ്യൻ ശ്രേയസ്സിനുള്ള ശ്രമം എൻ്റെ ദർശനം വരെ ആണല്ലോ. എൻ്റെ ആ പ്രീതിക്കായിട്ട് എൻ്റെ കൽപ്പനയെ നടത്തുന്നവൻ ഉത്തമ ഭക്തൻ. മോക്ഷത്തിന് വേണ്ടിയിട്ട് എന്നെ സേവിക്കുന്ന ഭക്തൻ മധ്യമ ഭക്തൻ. ഭോഗപദാർത്ഥ ലാഭത്തെ ഉദ്ദേശിച്ച് എന്നെ ഭജിക്കുന്നവൻ അധമ ഭക്തൻ. അങ്ങനെ ആഗ്രഹം സാധിപ്പാനായിട്ട് എന്നെ ഭജിക്കുന്നവൻ കപടഭക്തൻ. ഇവിടെ ഭഗവാൻ സൂചിപ്പിച്ചിരിക്കുന്നു, ഹേ ബ്രഹ്മാവേ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. വരം കൊടുക്കുന്ന ഈശ്വരനായിട്ടുള്ള എന്നോട് ഇഷ്ടമുള്ള വരത്തെ വരിച്ചുകൊള്ളുക. മനുഷ്യർ ശ്രേയസ്സിനായിട്ട് പരിശ്രമിക്കുന്നത് എന്നെ കാണുന്നത് വരെ മാത്രമേ വേണ്ടതുള്ളൂ. എന്നെ കണ്ടാൽ സകല ശ്രേയസ്സിൻ്റെയും ഫലം സിദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ അധ്വാനിക്കേണ്ടതായിട്ട് ആവശ്യം ഇല്ല. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തവ ഭദ്രമസ്തു വാഞ്ചിതം വരം വരയ. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. തവ ഭദ്രമസ്തു, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. വാഞ്ചിതം വരം വരയ, അങ്ങ് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചാലും. കിംച, വരം ചോദിച്ചാലും. അതാണ് ഈ ശ്ലോകത്തിലത്തെ ആ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നോക്കാം. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദു പ്രസൃത്യർഹസി ചകർത്ഥപരമം തപഃ. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപസൃത്യർഹസി ചകർത്ഥപരമം തപഃ. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം. ആ മനുഷ്യർക്ക് അനുഭാവപൂർവം എൻ്റെ ലോകത്തിൻ്റെ അവലോകനം. ആ പരമമായിരിക്കുന്ന തപസ്സുകൊണ്ട് ആ ബ്രഹ്മദേവന് ആ ലോകാവലോകനം സാധിച്ചു. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം. നമ്മുടെ ആ യാതൊരു നിർദ്ദേശം രഹസ്യമായിട്ട് കേട്ടുകൊണ്ട്, യദുപസൃത്യ രഹസി ചകർത്ഥ, നമ്മളുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് തപസ് ചെയ്ത, പരമം തപഃ, പരമമായിട്ടുള്ള തപസ്സിനെ അനുഷ്ഠിച്ച അങ്ങയ്ക്ക് നമ്മുടെ അന്തർഗതം മനസ്സിലാക്കി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിൻ്റെ ദർശനം അങ്ങയ്ക്ക് സാധിച്ചു. ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ സൃഷ്ടിയെ അങ്ങയ്ക്ക് സാധിച്ചു. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപസൃത്യ രഹസി ചകർത്ഥ പരമം തപഃ. എൻ്റെ ലോകം അങ്ങ് ദർശിച്ചത് എൻ്റെ സങ്കല്പത്തിൻ്റെ പ്രഭവാതിശായത്താലാണ്. ഏകാന്തത്തിലിരുന്ന് തപസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ട് തപസ് ചെയ്തു എന്നതും എൻ്റെ ആ സങ്കല്പത്തിൻ്റെ ഫലമായിട്ട് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ
നീ എൻ്റെ ലോകത്തെ കണ്ടത് നിനക്ക് ആ ഭാഗ്യം നൽകണമെന്ന് ഉള്ള എൻ്റെ ആ സങ്കല്പത്തിൻ്റെ ഫലം എന്താണെന്ന് അറിഞ്ഞുകൊള്ളുക. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സങ്കല്പിച്ചതെന്നാൽ ഏകാന്തത്തിൽ തപ എന്ന വാക്യത്തെ കേട്ടതുകൊണ്ട് അതിൽ വിശ്വസിച്ച് ഇത്രയും കഠിനമായ തപസ് നീ ആചരിച്ചുവല്ലോ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. കിം ച മമ ലോകാവലോകനം യത് മൽകൃപയൈവ പ്രാപ്തം. ഇപ്പോൾ അങ്ങക്ക് മമ ലോകാവലോകനം, എൻ്റെ ആ ലോകത്തിൻ്റെ അവലോകനം സാധ്യമായത്, ബ്രഹ്മദേവന് സാധ്യമായത് മൽകൃപയൈവ പ്രാപ്തം, എൻ്റെ കൃപ കൊണ്ടാണ് അങ്ങക്കത് സാധിച്ചത്. രഹസി തപേതി, വളരെ രഹസ്യമായിട്ട് തപസ് അനുഷ്ഠിച്ചു. യദ്വചഃ ഉപശ്രുത്യഃ, ആ തപസ് കേട്ടിട്ട് ത്വം തപഃ കൃതവാൻ അസി, അങ്ങയുടെ ആ സങ്കല്പങ്ങളെ ഞാൻ ആ കൃപയോടെ സാധിപ്പിച്ചു തന്നു എന്നുള്ളതാണ് പറയുന്നത്. കിം ച മമ ലോകാവലോകനം യത് മൽകൃപയൈവ പ്രാപ്തം രഹസി തപേതി യദ്വചഃ ഉപശ്രുത്യ ത്വം തപഃ കൃതവാൻ അസി. ഞാൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് അങ്ങ് തപസ് ചെയ്തു, അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ഫലം, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ആ ദർശനം അങ്ങക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ. 22. പ്രത്യാദിഷ്ടം മയാ യത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ. ഇവിടെ പറയുന്നത് അല്ലയോ ശുദ്ധാത്മാവേ അനഘ, തപസോ അനഘ, അല്ലയോ ശുദ്ധാത്മാവേ അന്ന് ത്വയി അങ്ങ് ഇതി കർത്തവ്യതാമൂഢനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ കണ്ട കാര്യവിമോഹിത ത്വയി തപോ, അങ്ങ് എന്നാൽ പ്രത്യാദിഷ്ടം തപസ്സനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. മയാ തത്ര, അങ്ങനെ ഇതി കർത്തവ്യതാമൂഢനായിരിക്കുമ്പോൾ തപസ് ചെയ്തു അങ്ങ് തപസ്സനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. തപോമേ ഹൃദയം, ആ തപസ് തന്നെ എൻ്റെ ഹൃദയമാണ്. തപസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഹൃദയം. അപ്പം ഞാൻ എന്ന് പറയുന്നത് ആ തപസ് തന്നെയാണ്. തപസ് കൊണ്ടാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നത്. എൻ്റെ ഹൃദയമാണ്. സാക്ഷാത് ആത്മാഹം തപസോ നഖ. അഹം, നാം, സാക്ഷാത് ആത്മാവ്, തപസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപമാണ്. തപസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തെ ആത്മാവ് എന്ന് പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, തപസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപമാണ് ആത്മാവ്. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് വേണ്ട ആ തപസ് ശരിയായിട്ട് അനുഷ്ഠിക്കുന്ന ആ സത്യത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കാര്യ വിമോഹിതേ തപോമേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ. ഹേ അനഘ, അല്ലയോ ശുദ്ധാത്മാവേ, തത്ര അന്ന്, ത്വയി അങ്ങ്, കാര്യവിമോഹിതേ ഇതി കർത്തവ്യതാമുടനായിരിക്കെ, മയാ എന്നാൽ, പ്രത്യാദിഷ്ടം തപസ്സനുഷ്ഠിപ്പാൻ നിർദ്ദേശിക്കപ്പെട്ടു, തപഃ മേ ഹൃദയം ആ തപസ് എൻ്റെ ഹൃദയമാണ്, അഹം നാം, തപസഃ സാക്ഷാത് ആത്മാ ആ തപസ്സിൻ്റെ ശരിയായ സ്വരൂപം തന്നെയാകുന്നു. ഒന്നുകൂടി പറയാം. ഹേ അനഘ, അല്ലയോ ശുദ്ധാത്മാവേ, തത്ര അന്ന്, ത്വയി അങ്ങ്, കാര്യവിമോഹിതേ ഇതി കർത്തവ്യതാമുടനായിരിക്കവേ, മയാ എന്നാൽ, പ്രത്യാദിഷ്ടം തപസ്സനുഷ്ഠിപ്പാൻ നിർദ്ദേശിക്കപ്പെട്ടു, തപഃ മേ ഹൃദയം തപസ് എൻ്റെ ഹൃദയമാണ്, അഹം നാം, തപസഃ സാക്ഷാത് ആത്മാ തപസ്സിൻ്റെ ശരിയായ സ്വരൂപം തന്നെയാണ്. ഇതിലത്തെ അന്വയം നോക്കാം. അല്ലയോ ഹേ അനഘ, തത്ര ത്വയി
इति तत्र त्वयि कार्यविमोहिते मया प्रत्यादिष्टं तपः अहं തപസഃ സാക്ഷാത് ആത്മാ. എന്നുകൂടി പറയാം. ഹേ അനഘ, തത്ര ത്വയി കാര്യവിമോഹിതേ മയാ പ്രത്യാദിഷ്ടം തപഃ മേ ഹൃദയം അഹം തപസഃ സാക്ഷാത് ആത്മാ. ഇതിനർത്ഥം, അല്ലയോ ശുദ്ധാത്മാവേ, അന്ന് അങ്ങ് ഇത് കർത്തവ്യധാമൂഢനായിരിക്കവേ എന്നാൽ തപസ്സനുഷ്ഠിപ്പാൻ നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങനെയുള്ള ആ തപസ് എൻ്റെ ഹൃദയമാണ്. നാം തപസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപം തന്നെയാകുന്നു. എന്നുകൂടി പറയാം. അല്ലയോ ശുദ്ധാത്മാവേ, അന്ന് അങ്ങ് ഇതി കർത്തവ്യധാമൂഢനായിരിക്കുമ്പോൾ എന്നാൽ തപസ്സനുഷ്ഠിപ്പാൻ നിർദ്ദേശിക്കപ്പെട്ടു. ആ തപസ് എൻ്റെ ഹൃദയമാണ്. നാം തപസ്സിൻ്റെ ശരിയായ സ്വരൂപം തന്നെ. എൻ്റെ ലോകം അങ്ങ് ദർശിച്ചത് എൻ്റെ സങ്കല്പത്തിൻ്റെ പ്രഭാവാതിശയത്താലാണ്. ഏകാന്തത്തിലിരുന്ന് തപസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ട് തപസ് ചെയ്തു എന്നതും എൻ്റെ സങ്കല്പത്താലാണ്. അങ്ങ് എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചിരിക്കെ തപസ് ചെയ്യാൻ കൽപ്പിച്ചതും എന്നാൽ തന്നെ. അങ്ങനെ തപസ് എൻ്റെ ഹൃദയമാകുന്നു. ശ്രേഷ്ഠ, ഞാൻ തപസ്സിൻ്റെ ആത്മാവാകുന്നു. നീ എൻ്റെ ലോകത്തെ കണ്ടത് നിനക്ക് ഈ ഭാഗ്യം നൽകണമെന്നുള്ള എൻ്റെ സങ്കല്പത്തിൻ്റെ ഫലമാണെന്ന് അറിഞ്ഞു കൊള്ളുക. കഴിഞ്ഞ തവണ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സങ്കല്പിച്ചതെന്നാണെങ്കിൽ ഏകാന്തത്തിൽ തപ എന്ന വാക്യത്തെ കേട്ടതുകൊണ്ട് അതിൽ വിശ്വസിച്ച് ഇത്രയും കഠിനമായ തപസ് നീ അനുഷ്ഠിച്ചുവല്ലോ. സൃഷ്ടികർമ്മം എങ്ങനെ നടത്തണമെന്ന് അറിയാതെ നീ പരിതപിച്ച സമയത്തിൽ ഞാൻ തന്നെ ആകുന്നു നിന്റെ ആ തപസ് ചെയ്യുവാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ടെന്നാൽ, ഹേ പരിശുദ്ധ ആത്മാവേ, ഈ തപസ്സാണ് എൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഹൃദയം. ഞാൻ തപസ്സിൻ്റെ സ്വരൂപം ഭൂതനാകുന്നു ഉള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. രഹസി തപേതി യദ്വജഃ. ആ രഹസ്യമായിട്ട് തപസ്യു എന്ന് പറയുന്നത് ഉപശ്രുത്യ കേട്ട് ത്വം തപഃ കൃതവാൻ അസി, അങ്ങ് ആ തപസ് ചെയ്തു. രഹസി തപേതി യദ്വജഃ ഉപശ്രുത്യ ത്വം തപഃ കൃതവാനസി, അങ്ങ് ആ തപസ് ചെയ്തു. എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. 21-ാമത്തെ ശ്ലോകം. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കാര്യവിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോനഖ. അപ്പോൾ തദപി തപഃ സൃഷ്ട്യാരംഭേ കാര്യേ, അങ്ങനെ ആ സൃഷ്ട്യാരംഭത്തിന് മുമ്പിൽ ചെയ്ത തപസ്. തദപി തപഃ സൃഷ്ട്യാരംഭേ കാര്യേ ത്വയി. അതിൽ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് മോഹചിത്തനായിട്ട് സതി ഇരിക്കുമ്പോൾ ഞാൻ ഉപദേശിച്ച പ്രകാരം അങ്ങ് തപസ് ചെയ്തു. തദപി തപഃ സൃഷ്ട്യാരംഭേ കാര്യേ ത്വയി മോഹിതേ സതി മയൈവോപദിഷ്ടം
കിംച തപോമേ ഹൃദയം, അങ്ങയുടെ ആ തപസ്സിൽ എൻ്റെ ഹൃദയം സ്വരൂപം ച, എൻ്റെ സ്വരൂപം അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്, വന്ന് ഭവിച്ചു. അഹം തപസാ വിശ്വം, ഞാൻ ഈ വിശ്വത്തിൽ ആ തപസ് തന്നെയാണ്, തപസ് എന്ന് പറയപ്പെടുന്നതാണ് ഞാൻ എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സൃജാമി തപസൈവേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപസാ. സൃജാമി തപസൈവേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപ. ഈ ലോകത്തെ ആ തപസ് കൊണ്ടാണ് സൃജാമി, സൃഷ്ടിക്കുന്നത്. ആ തപസ് കൊണ്ട് തന്നെയാണ് ഭരിക്കുന്നത്. ബിഭർമി, ആ തപസ് കൊണ്ട് തന്നെയാണ് അതിനെ പുനഃ പിന്നീട് ഗ്രസാമി തപസ് സംഹരിക്കുന്നതും. അങ്ങനെയുള്ള മേ തപസ് എന്നത് നമ്മുടെ ദുശ്ചരം തപഹ, ആചരിക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു വീര്യം ആണ്. തൻ്റെ ആ തപസ് എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആചരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ്. സൃജാമി തപസൈവേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപഃ. ഈ ഇതം വിശ്വം, ഈ ലോകത്തെ തപസാ ഏവ, ആ തപസ്സിനാലാണ് സൃജാമി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തപസ് കൊണ്ടാണ്. ഇതം വിശ്വം, ഈ ലോകത്തെ തപസാ ഏവ, തപസ്സിനാലാണ് സൃജാമി സൃഷ്ടിക്കുന്നതും. തപസ, ആ തപസ് കൊണ്ട് തന്നെയാണ് ബിഭർമി ഭരിക്കുന്നതും. ആ തപസ് കൊണ്ട് തന്നെയാണ് പുനഃ പിന്നീട് ഗ്രസാമി സംഹരിക്കുന്നതും. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത് ആ തപസ് കൊണ്ടാണ്, എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ. തപഹ മേ, ആ തപസ് എന്നത് നമ്മുടെ ദുശ്ചരം, ആചരിക്കാൻ പ്രയാസമായിട്ടുള്ള വീര്യം, ദുശ്ചരം വീര്യം. ആ തപസ് ആചരിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു വീര്യമാണ്, ഒരു ശക്തി വിശേഷമാണ്. അപ്പോൾ ഞാൻ അങ്ങ് എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചിരിക്കെ തപസ് ചെയ്യാൻ കൽപ്പിച്ചതും എന്നാൽ തന്നെ തപസ് എൻ്റെ ഹൃദയമാകുന്നു. ശ്രേഷ്ഠ, ഞാൻ തപസ്സിൻ്റെ ആത്മാവാകുന്നു പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ വിശ്വത്തെ തപസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു, തപസ്സുകൊണ്ട് പാലിക്കുന്നു, തപസ്സുകൊണ്ട് തന്നെ സംഹരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടികർമ്മം എങ്ങനെ നടത്തേണ്ടതെന്ന് അറിയാതെ നീ പരിതപിച്ച സമയത്തിൽ ഞാൻ തന്നെയാകുന്നു നിന്നെ തപസ് ചെയ്യണം എന്ന് പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ടെന്നാൽ, ഹേ പരിശുദ്ധ സ്വഭാവമുള്ള ആത്മാവ്, ഈ തപസ്സാണ് എൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഹൃദയം. ഞാൻ തപസ്സിൻ്റെ സ്വരൂപഭൂതനാകുന്നു. തപസ് എൻ്റെ അന്തരംഗ ശക്തിയും എൻ്റെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനസിദ്ധിക്ക് ഉത്തമ സാധനവുമാകിയാൽ നിന്നെ തപസ്സാചരിപ്പിക്കാൻ ഞാൻ പ്രേരിപ്പിച്ചു എന്നു സാരം. യസ്യ ജ്ഞാനമയം തപഃ, യാതൊരുവൻ്റെ ജ്ഞാനസ്വരൂപം തപസ്സാകും എന്നുള്ള ശ്രുതിയുടെ സാരമാണ് ഇവിടെ. ഈ പ്രപഞ്ചത്തെ തപസ്സുകൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു, തപസ്സുകൊണ്ട് തന്നെ ഞാൻ പരിപാലിക്കുന്നു, തപസ്സുകൊണ്ട് തന്നെ സംഹരിക്കുന്നു. തപസ്സാണ് എൻ്റെ ശക്തി. ആ തപസ്സോ ആചരിപ്പാൻ വളരെ പ്രയാസമുള്ളതും ആകുന്നു ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വ്യാഖ്യാനം നോക്കാം. കിംച തപോമേ ഹൃദയം സ്വരൂപം ച, എൻ്റെ ഹൃദയത്തിൻ്റെ സ്വരൂപം തന്നെ തപസ്സാകുന്നു. ഹേ ബ്രഹ്മൻ, അഹം തപസാ വിശ്വം സൃജാമി, ഈ തപസ്സാണ് ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നത്. തപസാ പാലയാമി, ഈ തപസ്സുകൊണ്ട് തന്നെ ആ വിശ്വത്തെ പാലിക്കുന്നു. തപസാ സംഹരാമി, ഈ തപസ്സുകൊണ്ട് തന്നെ ആ വിശ്വത്തെ സംഹരിക്കുന്നു. അന്തസ്തപോമേ ശക്തി, അന്തരംഗത്തിലെ ശക്തിയായിട്ട് ഇരിക്കുന്നത് ആ തപസ്സാണ്. ഒന്നുകൂടി പറയാം. കിംച തപോമേ ഹൃദയം സ്വരൂപം ച, ഹേ ബ്രഹ്മൻ, അഹം തപസാ വിശ്വം സൃജാമി, തപസാ പാലയാമി, തപസാ സംഹരാമി, അന്തസ്തപോമേ ശക്തി. അതാണ് അതിലത്തെ വ്യാഖ്യാനം.
അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ബ്രഹ്മോവാച. അപ്പം ബ്രഹ്മാവ് പറയാണ്, ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോവസ്ഥിതോ ഗുഹാം വേദഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. ഭഗവൻ സർവഭൂതാനാമധ്യക്ഷം അസ്ഥിതോ ഗുഹാം വേദഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. അല്ലയോ ഭഗവാൻ, ആ സംശയരഹിതനായിരിക്കുന്ന ആ ജ്ഞാനം കൊണ്ട് ആ നമ്മുടെ ആഗ്രഹം, അതായത് വേദത്തെ തന്നെത്താൻ അറിയുന്നു. അങ്ങനെ സർവഭൂതങ്ങളിലും, മാത്രമല്ല സർവഭൂതങ്ങളിലും മേലധികാരിയായിട്ട് ആ ഹൃദയത്തിൽ അങ്ങ് സ്ഥിതി ചെയ്യുന്ന ആളുമാണ്. ഭഗവാൻ സർവഭൂതാനാം അധ്യക്ഷോ, സർവഭൂതങ്ങൾക്കും അധ്യക്ഷസ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. അവസ്ഥിതോ ഗുഹാം, വളരെ ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് ആ ഗുഹം വളരെ രഹസ്യമായിട്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് ആ ഭഗവാൻ. വേദഹ്യപ്രതിരുദ്ധേന, ആ പ്രജ്ഞാനേന ചികീർഷിതം, ആ വേദത്തെ തന്നെ ഞാൻ അറിയുന്നു. ജ്ഞാനം കൊണ്ട്, അറിവുകൊണ്ട് ആ വേദത്തെ ഞാൻ തന്നെത്താൻ അറിയുന്നു. ഞാൻ സ്വയം അതിനെ അറിയണു. ഭഗവാൻ സർവഭൂതാനാം അധ്യക്ഷോവസ്ഥിതോ ഗുഹാം വേദഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. പലത്തെ പദങ്ങൾ, ഹേ ഭഗവൻ, അല്ലയോ ഭഗവാൻ, അപ്രതിരുദ്ധേന, സംശയരഹിതമായിട്ടുള്ള, പ്രജ്ഞാനേന, ജ്ഞാനം കൊണ്ട്, ചികീർഷിതം, നമ്മുടെ ആഗ്രഹം, വേദം ഹി, തന്നെ താൻ അറിയുന്നു. സർവഭൂതാനാം, മാത്രമല്ല സർവരുടെയും, അധ്യക്ഷക, മേലധികാരിയുമായിട്ട്, ഗുഹാം, ഉള്ളിൽ, ഹൃദയത്തിൽ, അവസ്ഥിത, സ്ഥിതി ചെയ്യുന്നവനും ആണല്ലോ. ഹേ ഭഗവാൻ, അല്ലയോ ഭഗവൻ, അപ്രതിരുദ്ധേന, സംശയരഹിതമായിരിക്കുന്ന, പ്രജ്ഞാനേന, ജ്ഞാനം കൊണ്ട്, ചികീർഷിതം, നമ്മുടെ ആഗ്രഹം, വേദഹി, തന്നെത്താൻ അറിയുന്നു. സർവഭൂതാനാം, മാത്രമല്ല സർവരുടെയും, അധ്യക്ഷ, മേലധികാരിയായിട്ട്, ഗുഹാം, ഉള്ളിൽ, ഹൃദയത്തിൽ, അവസ്ഥിത, സ്ഥിതി ചെയ്യുന്നവനുമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, അന്വയം നോക്കാം. ഹേ ഭഗവൻ, അപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം വേദഹി സർവഭൂതാനാം അധ്യക്ഷഃ ഗുഹാം അവസ്ഥിതഃ. എന്നുകൂടി പറയാം. ഹേ ഭഗവൻ, അപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം വേദഹി സർവഭൂതാനാം അധ്യക്ഷഃ ഗുഹാം അവസ്ഥിതഃ. അല്ലയോ ഭഗവാൻ, സംശയരഹിതമായ ആ ജ്ഞാനം കൊണ്ട് നമ്മുടെ ആഗ്രഹം തന്നെത്താൻ അറിയുന്നു. മാത്രമല്ല സർവരുടെയും മേലധികാരിയായിട്ട് ഉള്ളിൽ, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ആണല്ലോ. ഒന്നും കൂടി പറയാം. അല്ലയോ ഭഗവാൻ, സംശയരഹിതമായ ആ ജ്ഞാനം കൊണ്ട് നമ്മുടെ ആഗ്രഹത്തെ തന്നെത്താൻ അറിയുന്നു. മാത്രമല്ല സർവരുടെയും അധ്യക്ഷനായി, മേലധികാരിയായിട്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ആണല്ലോ. ഭഗവാനെ, അങ്ങ് സർവജീവികൾക്കും അധ്യക്ഷനും അന്തര്യാമിയുമാകുന്നു. അതിനാൽ ഒരു ദിക്കിലും തടയപ്പെടാത്ത ജ്ഞാനശക്തി കൊണ്ട് സർവരുടെയും സങ്കല്പങ്ങളെ അറിയുന്നവരുമാകുന്നു. തടയപ്പെടാത്ത ജ്ഞാനശക്തി കൊണ്ട് സർവരുടെയും സങ്കല്പങ്ങളെ, അതാണ് സർവഭൂതാനാം അധ്യക്ഷോ അവസ്ഥിത വേദോഹ്യ അപ്രതിരുദ്ധേന പ്രജ്ഞാനേന, അങ്ങനെയുള്ള ആ അറിവുകൊണ്ട് സർവഭൂതങ്ങളുടെയും സങ്കല്പങ്ങളെ അറിവാൻ സാധിക്കുന്ന ആളാണ് ആ ഭഗവാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ഭഗവൻ, അങ്ങ് സർവഭൂതങ്ങളുടെയും ഹൃദയമാകുന്ന ആ ഗുഹയിൽ അധിവസിക്കുന്ന സർവാന്തര്യാമിയാകുന്നു. അങ്ങയുടെ ജ്ഞാനത്തിന് അവിദ്യാദികളുടെ തടസ്സം ഇല്ല. ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിന്തിരുവടി അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഏതൊരുവൻ്റെ വിചാരവും അങ്ങ് അറിയുന്നുണ്ട്.
എങ്കിലും വരം വരിപ്പാൻ പറഞ്ഞതിനെ ഞാൻ ആദരിച്ചു കൊള്ളുന്നു. ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ബ്രഹ്മോവാച, ഹേ ഭഗവൻ, അല്ലയോ ഭഗവാൻ, സർവേഷാം ഹൃദയാകാശേ ഹൃദയത്തിൻ്റെ ആകാശത്തിലെ സ്ഥിതാവസ്ത്വം അങ്ങ് സ്ഥിതി ചെയ്യപ്പെട്ടിട്ട് സർവം വേൽസി എല്ലാത്തിനെ പറ്റിയിട്ടും നല്ലപോലെ അറിയുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബ്രഹ്മോവാച, ഹേ ഭഗവൻ, സർവേഷാം ഹൃദയാകാശേ സ്ഥിതസ്ത്വം സർവം വേത്സി എന്നാണ് അതിലത്തെ ആ വ്യാഖ്യാനത്തിൽ പറയണം. അടുത്തത് തഥാപി നാഥമാനസ്യ നാഥനാഥയ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണഃ. തഥാപി നാഥമാനസ്യ നാഥനാഥയ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണഃ. അപ്പോൾ അല്ലയോ അനാഥ, എങ്കിലും, തഥാപി എങ്കിലും, എങ്ങനെ ആയാൽ ആ രൂപരഹിതനായിരിക്കുന്ന ആ അങ്ങയുടെ ആ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടിരിക്കുന്ന ആ രണ്ട് രൂപത്തെയും അറിയും വിധം യാചിക്കുന്ന ഈയുള്ളവൻ്റെ ആ പ്രാർത്ഥനയെ അങ്ങ് നിറവേറ്റിയാലും. തഥാപി നാഥമാനസ്യ നാഥനാഥയ നാഥിതം, എങ്കിലും നാഥമാനസ്യ യാചിക്കുന്ന, നാഥമാനസ്യനാഥനായിട്ട് യാചിക്കുന്ന ഈ ഉള്ളവൻ്റെ, നാഥമാനസ്യ യാചിക്കുന്ന ഇവൻ്റെ നാഥ, നാഥനായിരിക്കുന്ന നാഥയ നിറവേറ്റിയാലും. അതുകൊണ്ട് ആ യാചിക്കുന്ന ഇവൻ്റെ നാഥനായിരിക്കുന്ന അങ്ങ് നിറവേറ്റിയാലും. എന്ത്? പരാവരേ യഥാരൂപേ, ഇങ്ങനെ ആണയാൽ ആ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള അങ്ങയുടെ ആ രണ്ട് രൂപങ്ങൾ, ആ വ്യഷ്ടിയും സമഷ്ടിയും ആയിട്ടുള്ള രണ്ട് രൂപങ്ങൾ, ആ രൂപങ്ങളെ ജാനീയാം അറിയും വിധം, അങ്ങയെ പറ്റിയിട്ട് ശരിയായിട്ട് അറിയുന്നത് വിധം എനിക്ക് അങ്ങയെ പറ്റിയിട്ട് നാഥിതം പ്രാർത്ഥനയെ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണഃ. ആ രൂപരഹിതമായിരിക്കുന്ന അങ്ങയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള രണ്ട് രൂപത്തെയും അറിയുന്ന വിധത്തിൽ യാചിക്കുന്ന ഇവൻ്റെ അങ്ങയെ നല്ലപോലെ അറിയുന്ന വിധത്തിൽ യാചിക്കുന്ന ഇവൻ്റെ ആ പ്രാർത്ഥനയെ അങ്ങ് നിറവേറ്റി തന്നാലും എന്നുള്ളതാണ് പറയുന്നത്. തഥാപി നാഥമാനസ്യ നാഥനാഥേ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണഃ. പതിലത്തെ പദങ്ങൾ ഹേ നാഥ, അല്ലയോ നാഥ, തഥാപി എങ്കിലും, യഥാതു എങ്ങനെ ആയാൽ, അരൂപിണഃ രൂപരഹിതനായിരിക്കുന്ന തേ അങ്ങയുടെ, പരാവരേ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന രൂപേ രണ്ട് രൂപത്തെയും, ജാനീയാം അറിയും വിധം, നാഥമാനസ്യ യാചിക്കുന്ന ഈയുള്ളവൻ്റെ നാഥിതം പ്രാർത്ഥനയെ നാഥയ നിറവേറ്റിയാലും. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ നാഥ, അല്ലയോ നാഥ, തഥാപി എങ്കിലും, യഥാതു എങ്ങനെയായാൽ, അരൂപിണഃ രൂപരഹിതനായിരിക്കുന്ന തേ അങ്ങയുടെ, പരാവരേ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള രൂപേ രണ്ട് രൂപത്തെയും, ജാനീയാം അറിയും വിധം, നാഥമാനസ്യ യാചിക്കുന്ന ഈയുള്ളവൻ്റെ നാഥിതം ആ പ്രാർത്ഥനയെ നാഥയ നിറവേറ്റിയാലും. അതിലത്തെ അന്വയം ഹേ നാഥ തഥാപി യദാതു അരൂപിണഃ
ते परावरे रूपे जानीयां नाथमानस्य नाथितं नाथय. ഒന്നുകൂടി പറയാം. ഹേ നാഥ തഥാപി യഥാ തു അരൂപിണഃ തേ പരാവരേ രൂപേ ജാനീയാം നാഥമാനസ്യ നാഥിതം നാഥയ. അല്ലയോ നാഥ, എങ്കിലും എങ്ങനെയായാൽ ആ രൂപരഹിതനായിരിക്കുന്ന അങ്ങയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള രണ്ട് രൂപത്തെയും അറിയും വിധം യാചിക്കുന്ന ഈയുള്ളവൻ്റെ ആ പ്രാർത്ഥനയെ അങ്ങ് നിറവേറ്റിയാലും. എന്നുകൂടി പറയാം. അല്ലയോ നാഥ, എങ്കിലും എങ്ങനെ ആയാൽ ആ രൂപരഹിതനായിരിക്കുന്ന അങ്ങയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായുള്ള രൂപത്തെയും അറിയും വിധം യാചിക്കുന്ന ഈയുള്ളവൻ്റെ ആ പ്രാർത്ഥനയെ അങ്ങ് നിറവേറ്റിയാലും. നാഥ നാഥ ജനാർച്ചിത എന്നും പാഠം. അപ്പോൾ അതിൽ പറയുന്നത് നാഥ, എന്നാലും യാചിക്കുന്ന എൻ്റെ ഇഷ്ടം സാധിപ്പിച്ച് തരിക. അത്രയുള്ളൂ. യാചിക്കുന്ന എൻ്റെ ഇഷ്ടം സാധിപ്പിച്ചു തരിക. നിയത രൂപം ഇല്ലാത്ത അങ്ങയുടെ ആ ഭക്താനുഗ്രഹാർത്ഥം സ്വീകരിക്കുന്ന ആ സ്ഥൂല സൂക്ഷ്മ സ്വരൂപങ്ങളെ പറ്റി അറിയാൻ കഴിയത്തക്ക വിധത്തിൽ എനിക്ക് കൃപ ചെയ്യുക. അങ്ങയുടെ രണ്ട് രൂപങ്ങളെയും എനിക്കറിയാൻ തക്കവണ്ണം സാധിക്കണം. അത് പ്രകാരം എൻ്റെ ആ പ്രാർത്ഥനയെ അങ്ങ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ഹേ നാഥ, താപത്തോടു കൂടിയ ഞാൻ യാചിക്കുന്നതിനെ നൽകണമേ. രൂപമില്ലാതിരിക്കുന്ന നിന്തിരുവടിയുടെ സൂക്ഷ്മരൂപത്തെയും സ്ഥൂല രൂപത്തെയും ഞാൻ എങ്ങനെ അറിയും എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. തഥാപി അരൂപിണസ്തവ സൂക്ഷ്മം സ്ഥൂലം ച രൂപം. പ്രകാരം രൂപരഹിതനെങ്കിലും അങ്ങയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് രൂപം യഥാഹം ജാനീയാം, എപ്രകാരമാണ് ഞാൻ അറിയുന്നത് അതിനനുസരിച്ച് യഥാ ച ആത്മമായായോഗേന വിശ്വം. അപ്പം അങ്ങനെയുള്ള അറിയപ്പെടുന്നത് അതുപോലെ എനിക്ക് അങ്ങ് എന്നിൽ അതിനെ ആ പ്രാർത്ഥനയെ നിറവേറ്റി തന്നാലും എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. തഥാപി അരൂപിണസ്തവ സൂക്ഷ്മം സ്ഥൂലം ച രൂപം യഥാഹം ജാനീയാം, പ്രകാരം ഞാൻ അറിയണു എന്നർത്ഥം. അടുത്തത് യഥാത്മമായായോഗേന നാനാശക്തിയുപബൃംഹിതം വിലുംബൻ വിസൃജൻ ഗൃഹൻ ബിഭ്രതാത്മാനമാത്മന. മുൻപ് പറഞ്ഞ പോലെ തന്നെ യഥാത്മമായായോഗേന, ആത്മമായായോഗം കൊണ്ട് നാനാശക്തിയുപബൃംഹിതം, അനവധി ശക്തികളുടെ ഉപബൃംഹിതം, അനവധി ശക്തികളാൽ വിലുംബൻ വിസൃജൻ ഗൃഹൻ ബിഭ്രതാത്മാനമാത്മന, എല്ലാം അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത 3 ശ്ലോകങ്ങൾ ഒരുമിച്ചിട്ടാണ്, 26, 27, 28. അപ്പം അത് 3 നോക്കാം. ക്രീഡസ്യമോഘ സങ്കല്പ, അങ്ങനെയാണ് കളിക്കുന്നത്. സങ്കല്പ ഊർണനാഭിര്യഥോർണുതേ, എട്ടുകാലിയെ പോലെ സ്വന്തം ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സ്വയം തന്നിൽ തന്നെ തഥാ തദ്വിഷയാം ധേയി, തന്നിൽ തന്നെ ധരിക്കുന്നു. മനീഷാം മയി മാധവ ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹൃതന്ദ്രിത നേഹമാനഃ പ്രജാസർഗം ബദ്ധേയം യദനുഗ്രഹ. ഒന്നുകൂടി ആ 3 ശ്ലോകങ്ങൾ നിങ്ങൾ നോക്കുക. യഥാത്മമായായോഗേന നാനാശക്തിയുപബൃംഹിതം വിലുംബൻ വിസൃജൻ ഗൃഹൻ ബിഭ്രതാത്മാനമാത്മന ക്രീഡസ്യമോഘ സങ്കല്പ ഊർണനാഭിര്യഥോർണുതേ തഥാ തദ്വിഷയാം ധേഹി മനീഷാം മയി മാധവ ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിത നേഹമാനഃ പ്രജാസർഗം ബദ്ധേയം യദനുഗ്രഹാൽ. അതായത് അല്ലയോ മാധവ, ആ സ്വന്തമായിരിക്കുന്ന ആ മായയാൽ അനേകം ശക്തികളുള്ള ആ വിശ്വത്തെ സൃഷ്ടിക്കുന്നവനായിട്ടും ഭരിക്കുന്നവനായിട്ടും സംഹരിക്കുന്നവനായിട്ടും
അമോഘ സങ്കല്പങ്ങൾ ഉള്ള അങ്ങ് തന്നെത്താൻ പ്രവർത്തിച്ചുകൊണ്ട് എട്ടുകാലിയെ പോലെ ഊർണനാഭി എട്ടുകാലി നൂൽക്കുന്നത് പോലെ എന്ത് ചെയ്യണു ക്രീഡിക്കുന്നു എന്നതിനെ സംബന്ധിച്ച ആ അറിവ്, ഇതിനെ സംബന്ധിക്കുന്ന അറിവ് അതേപടി എനിക്ക് അരുളി ചെയ്താൽ, അത് എപ്രകാരം എന്ന് എനിക്ക് അരുളി ചെയ്താലും എന്നാണ് പറയുന്നത്. ഭഗവാനാൽ ശാസിക്കപ്പെട്ട കാര്യം ഞാൻ ഉദാസീനത കൂടാതെ നിർവഹിക്കാം. അങ്ങ് പറയുന്നത് പോലെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. യാതൊരു അങ്ങയുടെ അനുഗ്രഹത്താൽ ആ പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ കൂടി ഞാൻ അതിൽ ആ അഹങ്കാരത്തിൽ ബദ്ധനാകാതെ ഇരിക്കുകയും വേണം. ബ്രഹ്മദേവൻ പറയുകയാണ്, അപ്പോൾ ഇങ്ങനെ സ്വന്തം ആത്മമായയാൽ അനേകം ശക്തികളുള്ള ആ വിശ്വത്തെ സൃഷ്ടിക്കുന്നവനായിട്ടും ഭരിക്കുന്നവനായിട്ടും സംരക്ഷിക്കുന്നവനായിട്ടും ആ വ്യർത്ഥമാകാത്ത സങ്കല്പം ഉള്ള ആളാണ് അങ്ങ്. അങ്ങയുടെ ആത്മാവ് തന്നെത്താൻ അത് പ്രവർത്തിച്ചുകൊണ്ട്, എങ്ങനെ പൂർണ്ണനാഭിയെപ്പോലെ ഒരു എട്ടുകാലിയെപ്പോലെ പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്നും എട്ടുകാലിയെ പ്രകാരമാണ് നിൽക്കുന്നത്. അതുപോലെ ഈ വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരം ഇതിനെയൊക്കെ നടത്തി ക്രീഡിക്കുകയാണ്. അങ്ങനെ തദ്വിഷയാം എന്ന ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ആ അറിവ്, എൻ്റെ അറിവ് അതേപടി എനിക്ക് പറഞ്ഞു തരണം, അതിനെ പറ്റിയിട്ട് എനിക്ക് ഉപദേശിച്ചു തരണം എന്നർത്ഥം. ആ ഭഗവാനാൽ ആ ശാസിക്കപ്പെട്ട കാര്യം ഞാൻ ഉദാസീനത കൂടാതെ നിർവഹിക്കാം. അങ്ങനെ എന്നോട് ആ ലോകം എങ്ങനെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഞാൻ ചെയ്യാം, അങ്ങനെ നിർവഹിക്കാം. പക്ഷേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അതിൽ ആ സൃഷ്ടിയിൽ ഒരഹങ്കാരവും എനിക്ക് വരരുത്, എന്നാൽ ബദ്ധേയം അതെന്നെ ബാധിക്കരുത് എന്നുള്ളത് ആ ബ്രഹ്മദേവൻ അവിടെ വെച്ച് പറയുന്നു. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ മാധവ, അല്ലയോ മാധവ, ആത്മമായായോഗേന സ്വന്തമായിട്ടുള്ള ആ മായയാൽ നാനാശക്തിയുപബൃംഹിതം അനേകം ശക്തികളുള്ള വിശ്വത്തെ വിസൃജൻ സൃഷ്ടിക്കുന്നവനായും ബിഭ്രത് ഭരിക്കുന്നവനായും വിലുംബൻ സംഹരിക്കുന്നവനായും അമോഘ സങ്കല്പ വ്യർത്ഥമാകാത്ത സങ്കല്പമുള്ള അങ്ങ് വ്യർത്ഥമാകാത്ത സങ്കല്പമുള്ള അങ്ങ് ആത്മാനം തന്നെത്താൻ ഗൃഹൻ പ്രവർത്തിച്ചുകൊണ്ട് പൂർണ്ണനാഭി എട്ടുകാലി പൂർണ്ണത്തെ നൂൽക്കുന്നത് പോലെ യഥാ എങ്ങനെ ക്രീഡിക്കുന്നു തദ്വിഷയം എന്നതിനെ സംബന്ധിച്ച മനീഷാം ജ്ഞാനം തഥാ അതേപടി മൈ ദേഹി എനിക്ക് അരുളി ചെയ്ത പറഞ്ഞു തന്നാലും ഭഗവത് ശിക്ഷിതം ഭഗവാനാൽ ശാസിക്കപ്പെട്ട കാര്യം അഹം ഞാൻ അതന്ത്രിത ഉദാസീനത കൂടാതെ കരവാണിഹി നിർവഹിക്കാം. യദനുഗ്രഹാൽ യാതൊരു അങ്ങയുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രജാസർഗം ആ പ്രജാസൃഷ്ടി ഈഹമാനഹ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കൂടി ന ബദ്ധേയം ഞാൻ ആ അഹങ്കാരത്തിൽ ബദ്ധനാകാതിരിക്കണം. ഒന്നുകൂടി പറയാം. ഹേ മാധവ, അല്ലയോ മാധവ, ആത്മമായായോഗേന സ്വന്തമായ മായയാൽ നാനാശക്തി ഉപബൃംഹിതം അനേകം ശക്തികളുള്ള വിശ്വത്തെ വിസൃജൻ സൃഷ്ടിക്കുന്നവനായിട്ടും ബിഭ്രത് ഭരിക്കുന്നവനായിട്ടും വിലുംബൻ സംഹരിക്കുന്നവനായിട്ടും അമോഘ സങ്കല്പ വ്യർത്ഥമാകാത്ത സങ്കല്പമുള്ള അങ്ങ് ആത്മാനം തന്നെത്താൻ ഗൃഹൻ പ്രവർത്തിച്ചുകൊണ്ട് ഊർണനാഭി എട്ടുകാലി യഥാ ഊർണതേ നൂൽക്കുന്നത് പോലെ യഥാ എങ്ങനെ ക്രീഡിക്കുന്നു തദ്വിഷയാം എന്നതിനെ സംബന്ധിച്ച മനീഷാം ജ്ഞാനം തഥാ അതേപടി മൈ ദേഹി എനിക്ക് അരുളി ചെയ്താലും ഭഗവത് ശിക്ഷിതം ഭഗവാനാൽ ശാസിക്കപ്പെട്ട കാര്യം അഹം ഞാൻ അതന്ത്രിത ഉദാസീനത കൂടാതെ കരവാണിഹി നിർവഹിക്കാം. യദനുഗ്രഹാൽ യാതൊരു അങ്ങയുടെ അനുഗ്രഹത്താൽ പ്രജാസർഗം പ്രജാസൃഷ്ടി ഈഹമാനഹ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും കൂടി ന ബദ്ധേയം ഞാൻ ആ അഹങ്കാരത്തിൽ ബദ്ധനാകാതിരിക്കണം. അപ്പോഴത്തെ അന്വയം നോക്കാം നമുക്ക്. ഹേ മാധവ, ആത്മമായായോഗേന
നാനാശക്തിപബൃംഹിതം വിസൃജൻ ബിഭ്രത് വിലുംപൻ അമോഘസങ്കൽപ്പഃ ആത്മനാ ആത്മാനം ഗൃഹ്ണൻ ഊർണനാഭിः യഥാ ഊർണത്തെ യഥാ ക്രീഡസി തദ്വിഷയാം മനീഷാം തഥാ മയി ധേഹി ഭഗവത് ശിക്ഷിതം കാര്യം അഹം അതന്ത്രിതഃ കരവാണിഃ യദനുഗ്രഹാത് പ്രജാസർഗം ന ബദ്ധേയം. കൂടി പറയാം. ഹേ മാധവ, ആത്മമായായോഗേന നാനാശക്തിപബൃംഹിതം വിസൃജൻ ബിഭ്രത് വിലുംപൻ അമോഘസങ്കൽപ്പഃ ആത്മനാ ആത്മാനം ഗൃഹ്ണൻ ഊർണനാഭിः യഥാ ഊർണത്തെ യഥാ ക്രീഡസി തദ്വിഷയാം മനീഷാം ജ്ഞാനം തഥാ മയി ധേഹി ഭഗവത് ശിക്ഷിതം കാര്യം അഹം അതന്ത്രിതഃ കരവാണിഃ യദനുഗ്രഹാത് പ്രജാസർഗം ഈഹമാനഃ ന ബദ്ധേയം. അതിലത്തെ ആ അന്വയാർത്ഥം വരുന്നത്, അലയോ മാധവ, സ്വന്തമായ ആ മായയാൽ അനേകം ശക്തികളുള്ള വിശ്വത്തെ സൃഷ്ടിക്കുന്നവനായും ഭരിക്കുന്നവനായും സംഹരിക്കുന്നവനായും വ്യർത്ഥമാവാത്ത സങ്കല്പമുള്ള അങ്ങ് തന്നെത്താൻ പ്രവർത്തിച്ചുകൊണ്ട് എട്ടുകാലി നൂൽ നൂൽക്കുന്നത് പോലെ ക്രീഡിക്കുന്നു എന്നതിനെ സംബന്ധിച്ച ആ ജ്ഞാനം, അറിവ് അതേപടി എനിക്ക് അരുളിയാലും ഭഗവാനാൽ ശാസിക്കപ്പെട്ട കാര്യം ഞാൻ ഉദാസീനത കൂടാതെ നിർവഹിക്കാം. യാതൊരു അങ്ങയുടെ അനുഗ്രഹത്താൽ പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ കൂടി ഞാൻ അഹങ്കാരത്തിൽ ബദ്ധനാകാതിരിക്കണം. എന്നുകൂടി പറയാം. അല്ലയോ മാധവ, സ്വന്തമായ മായയാൽ അനേകം ശക്തികളുള്ള വിശ്വത്തെ സൃഷ്ടിക്കുന്നവനായും ഭരിക്കുന്നവനായും സംഹരിക്കുന്നവനായും വ്യക്തമാകാത്ത സങ്കല്പമുള്ള അങ്ങ് തന്നെത്താൻ പ്രവർത്തിച്ചുകൊണ്ട് എട്ടുകാലി നൂൽ നൂൽക്കുന്നത് പോലെ അങ്ങനെ ക്രീഡിക്കുന്നു എന്നതിനെ സംബന്ധിച്ച ആ അറിവ് അതേപടി എനിക്ക് അരുളി ചെയ്താലും ഭഗവാനാൽ ശാസിക്കപ്പെട്ട കാര്യം ഞാൻ ഉദാസീനത കൂടാതെ നിർവഹിക്കാം. യാതൊരു അങ്ങയുടെ അനുഗ്രഹത്താൽ ആ പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും കൂടി ഞാൻ അതിൽ അഹങ്കാരത്തിൽ നിന്നും ബദ്ധനായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ മാധവ, അങ്ങ് തൻ്റെ യോഗമായാൽ സ്വയം ത്രിമൂർത്തിത്വം സ്വീകരിച്ച് നാനാശക്തികളർന്ന പ്രപഞ്ചം സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും നിത്യസങ്കല്പനായിട്ട് എട്ടുകാലി വലകെട്ടി കളിക്കുന്നത് പോലെ എങ്ങനെ കളിക്കുന്നു ആ ജ്ഞാനം എന്നിലുണ്ടാക്കുക. ഞാൻ ആലസ്യം വെടിഞ്ഞ് അങ്ങയുടെ കൽപ്പന ചെയ്തു കൊള്ളാം. അങ്ങയുടെ കരുണയാൽ ലഭിച്ച ജ്ഞാനനിമിത്തം പ്രജാസൃഷ്ടി നിർവഹിച്ചാലും ബദ്ധനായി തീരാതിരിക്കട്ടെ ാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യർത്ഥമാകാത്ത സങ്കല്പത്തോടു കൂടിയ ഹേ മാധവ, എട്ടുകാലി എന്ന പ്രാണി തന്നിൽ തന്നെ പുറപ്പെടുവിക്കുന്ന നൂൽ കൊണ്ട് വലയുണ്ടാക്കി അതിനുള്ളിൽ താനിരിക്കുന്നത് പോലെ നിന്തിരുവടി ആ മായാ സ്വീകാരത്താൽ ശക്തിയുമായി ആ ബ്രഹ്മാദി സ്വരൂപത്തെ സ്വീകരിച്ച് നാനാശക്തിയോടുകൂടിയ ആ ലോകത്തെ സംഗ്രഹിക്കുകയും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കളിക്കുന്നു. ആ സൂക്ഷ്മസ്ഥിതിയെ അറിവാൻ ഉപകരിക്കുന്ന ബുദ്ധിയെ എനിക്ക് നൽകണം. ഇതാണ് ഈ 3 ശ്ലോകങ്ങളിലും കൂടി പറയുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ.